അല്ല മോളെ സുഖല്ലേ? എന്തിനാ വിളിച്ചിനി? അല്ല മറ്റേ ചെക്കനെ കാണില്ലല്ലോ. അപ്പൊ നീ അറിഞ്ഞു നിന്റെ പറഞ്ഞേ? അത് എന്റെ ബ്രദറ്. അതിന് നിങ്ങക്ക് ഇക്കാക്കില്ലാലോ. എന്റെ മറ്റേ അല്ല സോറി എന്റെ ഒരു ഫ്രണ്ട് ഉണ്ട്. ആവട്ടെ. നിന്റെ ഭർത്താവിന്റെ പുതിയ ഭർത്താവില്ലേ, നിന്റെ എക്സിനെക്കാട്ടി നല്ലതും കൂടിയാണ്. അതിനെക്കാട്ടി ഒരു കോർവെറ്റ് ഓടിക്കുന്ന, പിന്നെ ദുബായിന്ന് വന്നിട്ടേ ഉള്ളൂ. നിനക്ക് ഇഷ്ടം, നീന്ന് സന്തോഷം ഇല്ലാത്തേ? എനിക്ക് സന്തോഷുണ്ട്, തുള്ളി തുള്ളി കളിക്കുന്നേ. അയാളെ ആക്ക് എന്നാ ശരി. ആ ഫോണൊന്ന് എറിഞ്ഞേക്കല്ലേ സന്തോഷം കൊണ്ട്. പോയാണെന്ന്. ഓക്കെ. എന്റെ ചങ്ങായി മരിച്ചിട്ട് 2 വർഷം പോലും ആയിട്ടില്ല, ഒരു 10 ദിവസം ആയിട്ടുണ്ടാവും. അപ്പം തന്നെ എന്റെ കല്യാണമായല്ല. ഇനി എന്റെ പെണ്ണിനെ കാണാൻ പോയിട്ട്, സ്ഥലം ഇവിടെയാന്ന് പറഞ്ഞ ദുബായൊക്കെ നല്ല രസമായിരുന്നു. നല്ല പെണ്ണിനെ കൂട്ടാ. ഇവിടെ അല്ലേ സ്ഥലം, പെണ്ണിനെ കാണുന്നില്ലാലോ. ഹലോ ചേട്ടാ. ഇത് നീയില്ലേ? നീ എന്തിടാ? അല്ല ഞാനിവിടെ എന്റെ ഭർത്താവിനെ കാത്തുക്കായിരുന്നു. ഞാൻ എന്റെ പെണ്ണിനെ കാത്തുക്ക. ഇതാ സ്ഥലോ? നമ്മുടെ സുരേഷന്റെ മറ്റേ നമ്മുടെ ഫാത്തിമാന്റെ വീടാണല്ലേ? നിങ്ങളെ പെണ്ണ് ഫാത്തിമയാണോ? അല്ല, എന്റെ പെണ്ണ് ഫാത്തിമ അല്ല. എന്റെ പെണ്ണ് എന്താണ്, അപ്പുറത്തെ വീട്ടിത്തെയാണ് നിങ്ങളെ ഫാത്തിമ. അതിനൊക്കെ ഫാത്തിമ എന്ന് പറഞ്ഞ പെണ്ണൊന്നും ഇല്ല. അന്റെ പേര് സുരയ്യ എന്നാണ് എന്റെ പെണ്ണിന്റെ പേര്. അതിന് നിന്റെ പേര് സുരയ്യ എന്നല്ലേ? അല്ല, എന്റെ പേര് സെരീന. ഓ ഭാഗ്യ, അല്ലെങ്കിൽ ഞാൻ വിചാരിച്ചു നീയായിട്ടായിരിക്കും. എന്നാ നാന്നാ പോന്നേ. എന്നാ ശരി. എന്നാലും എന്റെ പെണ്ണിന്റെ സ്ഥലം ആടെയായിരുന്നല്ലോ. എന്നാലും എന്റെ പെണ്ണിന്റെ സ്ഥലം ആടെയായിരുന്നല്ലോ. എന്നാലും ഇതൊന്ന് സെയിം ടൈമിന് പറഞ്ഞ വിളിക്കുന്നേ. ആരാ വിളിക്കുന്നേ? ഹലോ ഹലോ, ആരാണ്? ഹലോ ഹലോ. അന്റെ കല്യാണത്തിന് അതെങ്ങനെ നിങ്ങൾക്ക് അറിയാം? എന്തെങ്കിലും ആവട്ടെ. അന്റെ കല്യാണത്തിന് പെണ്ണിന്റെ സ്ഥലത്ത് മറ്റേ നമ്മുടെ ഗെയിമർ എക്സിന്റെ പെണ്ണ കാണുന്നത്. എന്റെ പെണ്ണിനെ കാണുന്നില്ല. എന്റെ പെണ്ണിന്റെ പേര് സൂര്യ, ഓളുടെ പേര് സൂര്യ. അതിന് ആ കല്യാണം എല്ലാം വന്ന്, പക്ഷെ കുഴപ്പം എന്താ വെച്ചാ പെണ്ണിനെ കാണുന്നില്ല. എന്ത് അപ്പൊ നിങ്ങന്നല്ല എന്റെ പെണ്ണിനെ കിഡ്നാപ്പാക്കിയേ? ഓ എന്നാ ഓക്കെ. അല്ല, നിങ്ങ സെയിം സ്ഥലത്ത് തന്നെ തിരിച്ചാക്കണേ. എന്തെങ്കിലും ആവട്ടെ ചിങ്കമ്മ, ഞാൻ കട്ടാക്കുന്നേ. കട്ടാക്കിട്ട് എന്നാ സംസാരിക്കുന്നത്? ഇറങ്ങി പോടാ. സീൻ എന്തെങ്കിലും കണ്ടിട്ട് മുത്താൻ തോന്നുന്നു. എല്ലാ സമയം കൊണ്ട് ഈ സാധനത്തിനോട് സംസാരിച്ചിരിക്കുക. അല്ല, പറയുന്ന പോലെ നീ എന്തിന്റെ പുതിയ ഭർത്താവ് എന്നെല്ലാം പറയുന്നത്? നിന്റെ എക്സ് അല്ലേ? പുതിയ ഭർത്താവ്. അല്ല, അപ്പൊ നിന്റെ എക്സോ? നീ നിന്റെ എക്സ് എന്നെല്ലാം പറഞ്ഞല്ലോ. അല്ല, നിങ്ങളിത് അതിന് ഇതാ നമ്മുടെ ഗെയിമർ എക്സിന്റെ വീടല്ലേ? അപ്പൊ ഇതെപ്പോൾ ഇവളുടെ വീടായേ? ഗെയിമർ എക്സിന്റെ വീട് എടുത്ത പോലെ ഇപ്പൊ അതിനെ കുറ്റം പറയുന്ന. ഈറ്റെല്ലാം വിളിക്കാനായടി കുണ്ടിച്ചു മോളെ. എന്റെ അപ്പൂപ്പ ഒരു കാര്യം പറയട്ടെ. നിങ്ങൾക്ക് ഒരു പൈസ തരണമെന്ന്, ഒരു 2 ലക്ഷം ഉറുപ്പിന്റെ ഫയൽ ഉണ്ടായിരുന്നു നിങ്ങൾക്ക് തരാൻ വേണ്ടി. ഇനി ഒരിക്കലും തരൂല.
നിങ്ങൾ ടെസ്റ്റ് ആക്കാൻ വേണ്ടിട്ട് തന്നെ ദി ഗെയിമർ എക്സ് അയച്ചതാ. ഇനി നിങ്ങൾക്ക് പൈസ കിട്ടൂല. ചിങ്ക സാറേ നമ്മളെ പ്ലാന് ഫുള്ള് നടന്ന്. ചിങ്ക സാറേ അയ്യോ തീന് ബാക്ക് വണ്ടി ചിങ്ക സാറേ നമ്മുടെ പ്ലാൻ ഫുള്ള് നടന്ന്. നടന്നു. നമ്മളെ പ്ലാൻ നടന്നത് നല്ലത്. ആ പെണ്ണിനെ പെട്ടെന്ന് കൊണ്ടുപോ. ആ നാ കൊണ്ടുപോയിട്ട് 2 വർഷായി. ആ, ചിങ്ങം ചിങ്ങം ദീപൊരു ചിങ്ങം അവനോട്. എന്നാ ശരി ഞാൻ ഓക്കെ വന്നേ ബൈ. എന്നാലും എന്നെ പെണ്ണ് ചിങ്കം സാറ് കൊണ്ടുവരുന്നല്ല. ഞാൻ ആ നമ്പറിലൊന്ന് വിളിച്ചു നോക്കട്ടെ. ഈ നമ്പർ എന്ത് കോള് പോവാത്തെ? വാലിഡ് അല്ല പോലും. അവർ എന്റെ പെണ്ണിനെ കിഡ്നാപ്പ് ആക്കിയ. ഓളോ അതിന്റെ ടീമിലുണ്ടോ? എന്റെ വണ്ടി എടുത്തു. എന്റെ ഡോർ വെക്ക്. എന്റെ കോറവെട്ടേ, നിനക്ക് ഇതെല്ലാം സംഭവിക്കണല്ലടാ. പുതിയ വണ്ടി എന്റെ പെണ്ണിനെ കടിക്കാൻ വേണ്ടി എടുത്ത്. ആ പെണ്ണും പുള്ളി ഓർത്തു ഒക്കെ തോന്നി. അല്ല ഈ സാധനം എന്താ എല്ലാ സമയവും ഇത് മാറ്റുന്ന? ഇവളുടെ വീട്ടിൽ എന്താ എല്ലാ സമയവും ഇപ്പൊ ആരെന്നെ വിളിക്കുന്നത്? ഹലോ ആരാ? ഹലോ അതിന് നിങ്ങൾ അല്ലെങ്കിൽ എന്നോട് സംസാരിക്കണ്ടല്ലോ. പിന്നെ എന്തിനു ഫോണിൽ വിളിച്ചിനി? ഞാൻ ഇന്ന വീട്ടിൽ തന്നെ. എടി ഇന്റെ ബാക്കിൽ നോക്കടി. ഞാൻ ഇന്റെ ബാക്കിൽ തന്നെ ഉണ്ട്. എന്റെ ബെഡിൽ കടക്കാനല്ലേ എന്റെ ചങ്ങയിന്. അപ്പൊ നീ എന്നെ നല്ല ആളാർക്കിയത് എന്റെ ചങ്ങനെ കൊല്ലേ. നീയാണല്ല എന്റെ ചങ്ങനെ കൊല്ലാൻ ആളാർക്കിനി. നീയായിരുന്നല്ല ആള്. നീ അന്റെ വണ്ടി നീയായിരുന്നല്ലേ ആള്. എന്റെ ചങ്ങായിനെ കൊല്ലാനെല്ലാം ആക്കിയ ആള് നീയാണല്ലേ. നീയാണല്ലേ അടിച്ച് ചമ്മന്തിയാക്കൊടി. ഇങ്ങോട്ട് പാടി. അന്റെ വണ്ടി അയ്യോ നാട്ടിൽ എന്റെ വണ്ടി കയറുന്നു. അയ്യോ എന്റെ വണ്ടി പോയിട്ട് പൊട്ടി. ഈ സാധനത്തിനായിരുന്നു കൊല്ലു. അന്റെ വണ്ടി ഇത് നങ്കന്റെ വണ്ടിയൊന്നും വേണ്ട. കൊല്ലോടിനെ കൊല്ലോടി. നീ മെരിക്കൊടി. നാനെ പിടിക്കൊടി. ആ ഞാൻ വണ്ടി ഓടിച്ചു നീനെ പിടിക്കാല്ല. എന്റെ ഭർത്താവിലോട്ട് പോകും പോലും എന്നിട്ട് കാണുന്നില്ലല്ലോ. എന്റെ ഭർത്താവിന് വണ്ടിയും കാണുന്നില്ല. അവര് ദുബായിൽ നിന്നൊക്കെ വരുന്നതാണോ? നിന്റെ ലോക്കല് ഭർത്താവ്. അന്റെ പെണ്ണല്ല ഹയ്യാത്. 2 ലക്ഷം ഉറുപ്പ്യ ഉണ്ടോര്. ഈ കാക്കനെ കൊണ്ടുണ്ടല്ലോ. എന്നെ കൂട്ടാണ് പോയി. എന്റെ വണ്ടി ഈനെപ്പോഴും ഓടിക്കാൻ അറിയാണ്ട് ഈനാരും വണ്ടി ഓടിക്കാൻ പഠിപ്പിച്ചു കൊടുത്തിട്ടില്ല. പിന്നെന്തിനാണ് എന്റെ വണ്ടി എടുത്തിട്ട് എന്റെ പുതിയ വണ്ടി പെണ്ണിനെ കാണിക്കാൻ കോർവെട്ടാണ്. അന്റെ വണ്ടി ഇറങ്ങടി. അന്റെ വണ്ടി ഇറങ്ങ്. അത്രേ ഉള്ളൂ. ഭർത്താവേ നിങ്ങളെപ്പോ വരുന്നുണ്ടോ? ഹലോ നിങ്ങൾ വരുന്നുണ്ടോ? ഹലോ ഭർത്താവേ നിങ്ങൾ വരുന്നുണ്ടോ? ഹലോ മോളെ, സുഖമല്ലേ? നിങ്ങളെപ്പോ വരാ? ഞാന് ഒരു 2 വർഷം കഴിഞ്ഞിട്ട്. നീ ഒരു ചെങ്ങയെ പറ്റിച്ചെന്ന് കേട്ടു. നീ ഓന്റെ വണ്ടി എടുത്തിട്ട് എവിടെ കുത്തി പോലും. പിന്നെ നീ ഓന്റെ പെണ്ണിനെ നിന്റെ ചിങ്ങം സാറുണ്ട് കിഡ്നാപ്പ് ആക്കി പോലും എല്ലാം ഞാൻ കേട്ടു. നീ കള്ളത്തി. നീ
ചങ്ങായിനെ പറ്റിച്ച് എന്റെ ചങ്ങായിനെ പറ്റിച്ച് ചിങ്ങസാറോന്റെ പൊണ്ണിനെ കിഡ്നാപ്പ് ആക്കി. ഇനി എന്നാ ഓടി വന്ന് പിടിക്കോടി. ഇനി ഓടി അതിന്റെ വീടിന്റെ അഡ്രസ് ഒന്ന് പറഞ്ഞുതരോ? നിങ്ങളെ കുണ്ടി ഞാൻ വരുന്നുണ്ടോ ഇന്റെ കരിനാക്ക് ഒഴിപ്പിക്കാൻ. ഞാൻ കട്ടാക്കുന്നടി, ഞാൻ കട്ടാക്കി അത്രേ ഉള്ളൂ. അതിനൊക്കെ എന്തു വട്ടം. ഹലോ എടാ, ആടെ നീ എന്താണ്, നീ ഓളെ പിടിച്ചാ? അല്ല, ഞാൻ കോള് മാറിപ്പോയല്ല. ആ പിന്നെ എന്നാരും വിളിക്കുന്ന? എടാ നീയായിരുന്നാ? എടേ ആ പെണ്ണിനെ പിടിച്ച് പറഞ്ഞ ഓളെ കുറ്റം പറഞ്ഞ നീ? ആണ് ഞാൻ പറഞ്ഞത്. ഓക്കെ സെറ്റ്, എല്ലാം സെറ്റ്. അതിന് ആ പൊട്ടത്തിക്കറിയോ ശരിക്കും ഓന്റെ നിന്നെ അമ്മ പിടിച്ചു വെച്ചേന്ന്? അതിന് ഞാനെന്ത് പൊട്ടത്തരം അറിയാം. ഇന്നൊന്നല്ല പിടിക്കാൻ വെച്ചിന്. അനക്ക് തോന്നുന്നത് ഞാൻ പിടിക്കാൻ വെച്ചേ പെണ്ണിന്റെ വേറെ എക്സാണ്. അതിനൊക്കെ പിടിക്കാൻ വെച്ചിന്. എന്നെ പിടിക്കാൻ വെക്കാൻ ഞാൻ പിടിച്ച് കഴിഞ്ഞില്ലേ പിന്നെന്തിന്? ഞാൻ അതിനെ പിടിച്ചു വെച്ചിട്ടുണ്ട്. നീയില്ലേ, ഞാനിപ്പൊ എന്റെ മുത്തി കിട്ടിയ അപ്പൊ നീ അതേപോലെ അടിക്കണേ. മുത്തിക്ക് ഞാൻ കൊടുത്തിട്ടുണ്ട് അനക്കന്നെ. അനക്ക് പ്രാന്തല്ല, അതിനെ പോയി കൊല്ലുന്നവരെ അനക്ക് ഭ്രാന്താണ്. എല്ലാപ്പോ നമ്മുടെ പെണ്ണിന്റെ ഉപ്പാനെ വിളിച്ചിട്ടില്ലല്ലോ. ഉപ്പാനെ വിളിക്കട്ടെ. പെണ്ണിന്റെ ഉപ്പാന്ന് വിളിക്കണ നീ നേരെ പറഞ്ഞാക്കിയാ ഉപ്പാനെ വിളിച്ചോട്ട്. ഹലോ ചെന്താറിയിലെ പെണ്ണിന്റെ ഭർത്താവ് വിളിച്ചു. അതിന് പെണ്ണിന് ഭർത്താവ് എപ്പഴാ മരിച്ചത്? പെണ്ണിന്റെ ഭർത്താവ് രണ്ടാമത്തെ ഭർത്താവ് മേടിച്ചോ? രണ്ടാമത്തെ ഭർത്താവല്ലേ ഇപ്പൊ സംസാരിക്കുന്ന? നിങ്ങൾ ചിരിക്കാണോ കറിയാണോ? നിങ്ങളെ കുണ്ടി സൗണ്ട് കൂട്ടേ, ഫോണിന്റെ സൗണ്ട് കൂട്ടേ. ഫോണിന്റെ സൗണ്ട് കൂട്ടേ. ഹലോ എന്റെ പെണ്ണിനെ കിണ്ണാപ്പാക്കിയാണ് ഞാൻ എന്റെ വീട്ടിൽ കിടന്ന് ഉറങ്ങേണ്ട അവസ്ഥയാണ്. എന്റെ പെണ്ണിനെ കിണ്ണാപ്പാക്കി. പെണ്ണിന്റെ ഉമ്മാനെ വിളിക്കണ്ടേ? ആ വിളിക്കട്ടെ. ഹലോ ആ മൗസ്കൂജിത്ത് ഖദീജ സമലക്കില്ലേ? പറയുന്നില്ല. പെണ്ണെങ്ങനെ വരുന്നത്? ഊരത്തിന്റെ അകത്തത് പറയുന്നില്ല. എന്റെ വായ വളക്കാൻ കണ്ടത് പോയിരുന്നു. എന്റെ മോൻ എല്ലെങ്കിലും പടക്കാതെ പടക്കാക്കടെ കാര്യമില്ല. തള്ളരാ കത്തി എടുത്തിട്ട് മൂലത്തിന്റെ അകത്ത് കയറ്റിട്ട് പുറത്തെടുക്കുവേ. അതിനൊക്കെ മൂല ഇല്ലാലോ കുട്ടിപ്പൊളിച്ച് കിട്ടിയോര് എന്താ നിങ്ങൾ ഗേ ആയിരിക്കും. അതൊക്കെ ഓളില്ലാലോ ഒരു പൊണ്ണല്ലാണ് പൊട്ട.
ഉപ്പാന്ന് വിളിക്കാൻ പോയത്. ഞാനും പറയുന്നില്ല, ഞാൻ പോകട്. എന്റെ പെണ്ണ് പോയി, എന്റെ പെണ്ണ് പോയി, മുഖമൊന്ന് കേട്ടിട്ട് കൊല പൈപ്പ് ഓഫ് ആക്കിയില്ല. കക്കൂസ് ഇരിക്കാരും ക്യാമറ ഒന്നും വെച്ചില്ലാലോ. ഹലോ 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 അതിനെന്ത് കാസ്റ്റാണ്? കക്കൂസിൽ പോലും സമാധാനമായിട്ട് കുളിക്കാൻ വിടൂലേ? അയ്യേ, നീ ഇവിടെ ക്യാമറ വെച്ചിനാ? ഇറങ്ങി ഓടേ. വീടിന്റെ പുറത്തിറങ്ങിയ പണിയാന്ന്. എന്റെ ഉമ്മ ഇവിടെ ക്യാമറ ഹലോ വെച്ചിനാ. എടേ എന്റെ വീട്ടിലായതൊക്കെ നിക്കുന്നുണ്ടോ? ഞാൻ ഒരു വീട് മേടിച്ചടാ, പുതിയ വീട്. നല്ലത്. ഞാനിവിടെ മറ്റേ ക്യാമറയിൽ തന്നെ എല്ലാരും നോക്കിക്കൊണ്ടിരിക്കാൻ. ഡ്രസ് ഇടാണ്ട് ഞാൻ കുളിക്കുമ്പോന്ന് ഒരുത്തൻ വിളിച്ചിട്ട് പറയുന്നത്. എന്റെ വീട്ടിന്റെ മുന്നിൽ ഫോർ സൈഡ് ഉണ്ട്. നിങ്ങൾക്ക് വാണെങ്കിൽ പെട്ടെന്ന് വന്നാൽ നിങ്ങൾക്ക് വാണെങ്കിൽ എന്റെ പേര് നിക്കാം. നമുക്ക് നിങ്ങളപ്പോ ഒന്നും നിക്കണ്ട, അല്ലെങ്കിൽ നിങ്ങൾക്കും പ്രാന്തം. സിംഗത്തിനും പ്രാന്തം, നിങ്ങൾക്കും പ്രാന്തം. ഞാൻ ഡ്രസ് ഇട്ടിട്ടില്ല, ഞാൻ പോയിട്ട് കുളത്തുനിന്ന് കുളിച്ചോളൂ. നിങ്ങൾ എന്നെ ഒന്നും പറഞ്ഞിട്ട് കാര്യമില്ല, നാം ഇരിക്കാൻ പോണു. ഞാൻ കുളിച്ചു, ഞാൻ മരിച്ച്. നാം മരിക്കാൻ പോകുകയെന്ന് നമുക്ക് ശ്വാസം കിട്ടുന്നില്ല. ഹലോ ഉപ്പ, അളിയപ്പ നിങ്ങളെന്താണ് എന്റെ ഉപ്പല്ലേ, എന്നിട്ട് നിങ്ങൾ ഇങ്ങനെ സംസാരിക്കുന്നത്? അതൊന്നും ഇങ്ങ പോലെ കുന്തിയേ. പെണ്ണിന്റെ ഉപ്പാന്റെ അതേ സൗണ്ടാണല്ലോ എന്റെ ഉപ്പാക്ക്. പൊന്നിന്റെ ഭാര്യ ചവിണ്ട്, നിന്റെ ഭാര്യ ചവിണ്ട് കുടിയേ. ഞാനാമത്തെ മുഖത്തിട്ട് തന്ന ഭാര്യ മൂത്ത നോക്കട കുണ്ടിയേ. ഉപ്പ എന്നെ കലമ്പരുത് പ്ലീസ്, എന്നെ കലമ്പരുതേ. നിങ്ങൾ മുഖത്തിട്ട് കലമ്പിയോ നീ എന്താക്കടാ സൂപ്പറെ. നിങ്ങളായി നമ്മ സൂപ്പറെ. സുബാരിങ്ങ ഓള് അല്ല, സോറി എന്റെ ഉമ്മല്ലേ. അതിന്റെ ഉമ്മ ഓളല്ലേ പറഞ്ഞാരില്ലാണ് സൂപ്പറെ. ഭർത്താവിന്റെ പറയുന്ന പോലെ നിന്റെ കൂടെ ഉണ്ടാ ഒരു ചെക്കനുണ്ടല്ലോ, ഓന്റെ പേര് മറ്റേ ജോൺ ജെയ്സൺ എന്ന് വെച്ചല്ലേ. ഓനിക്കെന്ത്? ഓനൊന്ന് വിളിച്ച് ചോദിച്ചേ, ഓ സൂയിസൈഡ് ആക്കുന്നെല്ലാം പറഞ്ഞു. ഓ സൂയിസൈഡ്, ഓനെന്താന്ന് മരിക്കാൻ പോയെന്ന് പറഞ്ഞിനി. എങ്ങനെയും ഓനെ രക്ഷിക്കാൻ നോക്കട സൂബായെ. അല്ലപ്പാ നിങ്ങളെ ഭാര്യ എന്റെ ഉമ്മാക്ക് പ്രസവിക്കാൻ ഒരു കുഞ്ഞെല്ലാം ആയി പോലും, എന്നിട്ട് നിങ്ങളെന്താ ഹോസ്പിറ്റലൊന്നും കൊണ്ടുപോകുന്നില്ലേ? അതിനാ സൂബാറെ എപ്പഴേ മരിച്ചട സൂബാറെ. ആര്? നിന്റെ ഉമ്മ സൂബാറെ. അപ്പൊ നിങ്ങൾ വേറെ കെട്ടിയാ? അത് എപ്പോഴേ കെട്ടി സൂബാറെ. ആ കുട്ടി എന്തായി? കുട്ടിയൊന്നും ഇല്ല സൂബാറെ. നിങ്ങളെ സുബാരി രണ്ടാമത്തെ കെട്ടിയോള്. അയ്യൊക്കെ കെട്ടിയോളില്ല സൂബാറെ. അപ്പൊ ഇപ്പൊ കെട്ടിയതാണ് കുണ്ടിയാ? അതെ, എന്റെ കുട്ടി സൂബാറെ. ഇയാള് ഞാനെന്ന് പഠിച്ചു. അതിന് നിന്റെ ചങ്ങായി മരിക്കാൻ വേണ്ടി നീന്താ പോന്നെല്ലാം പറഞ്ഞല്ല. ശരിക്കും ഞാൻ ആരാന്ന്? ഞാൻ മറ്റേ കല്യാണ ചെക്കനല്ലേ? അതിന് നീ ഏത് കല്യാണ ചെക്കൻ? നിന്റെ ചങ്ങായി ഒരു കല്യാണ ചെക്കനെ, മറ്റേ ചങ്ങായി ഞാൻ ഇപ്പൊ വിളിക്കാം. ഓക്കെ. ഹലോ എടി സുഖല്ലേ? സുഖല്ലേ? നിന്റെ കുണ്ടി സൂപ്പറെ. ഹലോ എടാ സുഖല്ലേ? സുഖം, നിന്റെ കെട്ടിയോണിക്ക് സൂപ്പറെ. ഹലോ എടാ, ഹലോ ഹലോ സുഖല്ലേ? നിന്റെ കെട്ടിയോണിക്ക് സുഖം സൂപ്പറെ. ആരടി? ഇന്നെ ട്രാക്ക് ആക്കുന്നുണ്ട് സൂപ്പറെ. നിന്റെ ഒരു ഇന്നെ ട്രാക്ക് ആക്കുന്നുണ്ട്. നിന്റെ രണ്ട് ഭർത്താവിലത്തെ
നിന്റെ വേറെ കല്യാണം എന്നാ കഴിക്കാൻ നമുക്കെന്നാ ഒരു നമുക്കെന്നാ ഒരു നിന്റെ കല്യാണം കഴിക്കാൻ പോകുന്ന അടുത്ത ഭർത്താവ് ഭർത്താവിന്റെ 2 ചെങ്ങായികളുണ്ട്. അവര് രണ്ടാളും ഒന്ന് മരിച്ച് ഒന്ന് ഇപ്പൊ വിളിക്കാം. ഓക്കെ ബൈ. ഒന്ന് സൂയിസൈഡ് ആക്കാൻ പോയി. നിങ്ങൾ ഒന്ന് പോയിട്ട് എന്നെ രക്ഷിക്ക്, അല്ലെങ്കിൽ ഞാൻ എന്നെ കൊല്ലു സൂപ്പറെ. മരിക്കാൻ പോകുമ്പോഴാണ് നിങ്ങളെ കൂലി മരിച്ചെന്ന് നമുക്ക് തോന്നുന്നുണ്ട്. നിന്റെ ചങ്ങായി മരിക്കാൻ പോകുമ്പോഴാണ് നീ ഇവിടുന്ന് കുളിക്കുന്ന സൂപ്പറെ. സൂപ്പറെ 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 സൂപ്പറെ. നിന്റെ കെട്ടുകൾ സൂപ്പറെ. എന്നാ ഞാൻ ഒരു സിറ്റി പോട്ട്. ബ്രോക്കാമൺ എന്ന് പറഞ്ഞ സിറ്റി ഉണ്ട്, ആടെ പോട്ട്. അവിടെ പോയിരുന്നാ വരൂ സൂപ്പറെ. എന്റെ പൊന്നേ, എന്നാ നീ പോയിക്കൊന്നാ വരൂല. പ്ലെയിനിന് വേണ്ടി ടിക്കറ്റ് ഇല്ല സൂപ്പറെ. വീഡിയോ ലൈക്ക് ചെയ്യണം, ഷെയർ ചെയ്യണം, സബ്സ്ക്രൈബ് ചെയ്യുക. ഗൈസ്, ഇന്നത്തെ വീഡിയോ നമ്മൾ നിർത്തുകയാണ്. പിന്നെ ഇവനെ ഇപ്പോൾ മരിക്കാൻ പോകുന്ന സമയത്താണ് നാണിന്റെ വീട് എന്തെങ്കിലും ആവട്ടെ, ഒരാൾ മരിക്കാൻ പോകുമ്പോഴാണ് ഇവർ മറ്റേ മുട്ട ഓംപ്ലേറ്റ് ഉണ്ടാക്കുന്നത്. അതുകൊണ്ട് തേർഡ് പാർട്ടി വരാം. ബൈ ബൈ.